السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹാദരണീയരായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനാർഹനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, അഥവാ ഉപദേശിക്കുന്നു, ബലവത്തായി ഉപദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖുതുബകളിലൊക്കെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് ഒന്ന് ഇത്തഖുല്ലാഹ്, മറ്റൊന്ന് വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. അതുകൊണ്ട് തന്നെ അക്കാര്യം നാമും നമ്മുടെ ഖുതുബകളിലും സംഭാഷണങ്ങളൊക്കെ തന്നെ ചേർക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അതായത് അറബികൾക്കായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിൽ ഖുതുബ നടത്തിയിരുന്നത്, അവർക്ക് മനസ്സിലായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തഖുല്ലാഹ് എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ വശറൽ ഉമൂരി മുഹ്ദസാതുഹാ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട പോലെ മനസ്സിലാക്കണമെന്നില്ല. അറിയാവുന്നവരുണ്ടാവും, മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണം നാം നൽകേണ്ടതുണ്ട്. അതായത് ഒന്നാമതായിട്ട് ഇത്തഖുള്ളയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു വിരോധിച്ച മഹാപാപങ്ങളിൽ നിന്നും ചെറുപാപങ്ങളിൽ നിന്നൊക്കെ തന്നെ വിട്ടുനിൽക്കണം എന്നുള്ളതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്. ഏതാണ് മഹാപാപങ്ങൾ? ഏറ്റവും വലിയ മഹാപാപം ഷിർക്ക്.
ഇന്ന ശിർക ലദുൽമുൻ അളീം. എന്നാണല്ലോ അള്ളാഹു നമുക്ക് ഖുർആനിൽ പഠിപ്പിച്ചു തന്നത്. ഷിർക്കോടുകൂടി മരണപ്പെട്ടു പോയാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല എന്നും ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും പറയുകയുണ്ടായി കാര്യം. കൊന്നാലും ചുട്ടുകരിച്ചാലും ശിർക്ക് ചെയ്യരുത്. മുആദ് ജബൽ റളിയല്ലാഹുവിന് 10 ഉപദേശം നൽകുന്നുണ്ട്. ഒന്നാമത്തെ ഉപദേശം ലാ തുശ്രിക് ബില്ലാഹ് വഇൻ ഖുതിൽത ഹുരിക്ത. കൊന്നാലും ചുട്ടുകരിച്ചാലും ശിർക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പം അതിന് ഗൗരവം മനസ്സിലാക്കുക. ശിർക്ക് ചെയ്യരുത്. എന്താണ് ശിർക്ക്? ശിർക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വിഷയം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ തൗഹീദ് മനസ്സിലാക്കണം. ശിർക്കിനും പറയുമ്പോൾ തൗഹീദ് മനസ്സിലാക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ആരാധനകൾ മുഴുവനും അള്ളാഹുവിനെ അർപ്പിക്കുക എന്നുള്ളതാണ്. ആരാധനയിൽപ്പെട്ട എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അള്ളാഹുവിനെ സമർപ്പിക്കുക. അതാണ് തൗഹീദ്. തൗഹീദ് കൂടി മരിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദ് കൂടി മരിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റെല്ലാ പാപങ്ങളും ചെയ്തിട്ടുണ്ട്, ശിർക്കല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ശിർക്കും തൗഹീദും കൂടി ഒരു മനുഷ്യനെ എല്ലാം ഒരുമിക്കുകയില്ല. അതാണ് അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇരുട്ടിലേക്ക് ടോർച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുട്ടുണ്ടാവില്ലല്ലോ. എന്ന പോലെ ശിർക്കാവുന്ന ഇരുട്ടിലേക്ക് തൗഹീദ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ശിർക്കുണ്ടാവില്ല. പക്ഷേ നമ്മളെ പ്രവർത്തനം കൂടിയോ അല്ലെങ്കിൽ നമ്മളെ വിശ്വാസങ്ങളിൽ കൂടിയ ശിർക്ക് നമ്മളറിയാതെ വന്നുകൊണ്ടിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞത്. അശ്ശിർക്കു ഫീക്കും അഖ്വാ മിൻ ദബീബിൻ നമൽ. ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാളും നിഗൂഢമായ രഹസ്യമായ ശിർക്ക് നിങ്ങളിൽ വരും. സമസ്തക്കാർ പറയും സമദിയത്ത് വിശ്വസിക്കുന്നവർക്ക് ശിർക്ക് വരില്ല. എന്താ സമദിയത്ത്? അത് നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുമ്പോൾ നമുക്ക് അവിടെ വെച്ച് പഠിക്കേണ്ട കാര്യമാണ്. ചെറുതായിട്ടെങ്കിൽ കൂടി പറയാം. അള്ളാഹു സർവാശ്രയനായ യജമാനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം എല്ലാവർക്കും ആവശ്യമാണ്. ഈ അവർ സൃഷ്ടിച്ചുണ്ടാക്കിയ സർവ്വ വസ്തുക്കൾക്കും ഇവിടെ നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ്. പിന്നെ അള്ളാഹുവിന് ആരുടെ സഹായം ആവശ്യമില്ല. അതാണ് നാം ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. വിശദമായി പറയേണ്ട വിഷയമായതുകൊണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ സമസ്തക്കാർ പറയും ഞങ്ങളൊക്കെ സമദീയത്തിൽ വിശ്വസിക്കുന്നവരാണ്, സമദീയത്തിൽ വിശ്വസിക്കുന്നവർക്ക് ശിർക്ക് വരില്ല എന്ന്. എപ്പോഴാണ് പറയല്? മരിച്ചുപോയ മഹാന്മാരോട് ഒരു സഹായം ചോദിക്കും. അതേപോലെ വഫാത്തായ പ്രവാചകന്മാർ പാപം തേടും, ബരീങ്ങളുടെ പേരിൽ അറുക്കും, ബരീങ്ങളുടെ പേരിൽ സത്യം ചെയ്യും, ബരീങ്ങൾക്ക് നേർച്ചയാക്കും. അത്തരം സന്ദർഭങ്ങളൊക്കെ തന്നെ അത് ശിർക്കാണ് എന്ന് നമ്മളെപ്പോലെ പ്രവർത്തകന്മാർ പറയുമ്പോഴേ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ശിർക്കാണത്. അതൊക്കെ ആരാധനകളാകുന്നു. നേർച്ചകളും വഴിപാടുകളും പാപമോചന നേട്ടങ്ങളും വൈബിയായ നിലക്കുള്ള മറഞ്ഞ നിലക്കുള്ള സഹായഭ്യർത്ഥനകൾ, മനുഷ്യ സാധാരണമല്ലാത്ത സഹായഭ്യർത്ഥനകൾ, മനുഷ്യ കഴിവിനപ്പുറമുള്ള സഹായഭ്യർത്ഥന നമ്മൾ സഹായഭ്യർത്ഥന നടത്താറുണ്ട്. കണ്ടും കൊണ്ടും കേട്ടുകൊണ്ടും സ്വന്തക്കാരും ബന്ധുക്കാരോടൊക്കെ. അതിനപ്പുറമുള്ള സഹായഭ്യർത്ഥന അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന സഹായഭ്യർത്ഥനകൾ അത് വൈബിയാണ്. അള്ളാഹ് വൈബാണ്. വൈബിയ സഹായഭ്യർത്ഥന ഇനിയുമാണത്. അള്ളാഹുയെ രക്ഷിക്കണേ, അള്ളാഹുയെ കാക്കണേ എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് രക്ഷ തേടുന്നു.
പാപമോചനം തേടുന്നു, അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കുന്നു, സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടി സത്യം ചെയ്യുന്നു, നേർച്ചകൾ അർപ്പിക്കുന്നു. ഇതൊക്കെ എന്താകുന്നു? ഗൈബിയ നിൽക്കണം. അള്ളാഹു നമ്മൾ കാണുന്നില്ല, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ ഒന്നുകിൽ ഇഹലോകത്ത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? നമുക്ക് നൽകും. അല്ലെങ്കിൽ പരലോകത്ത് മുനിങ്ങൾക്ക് പരലോകത്ത് എന്ത് ചെയ്യും? ഇത്ര ഇരട്ടിയായി അവിടെ നൽകും. നഷ്ടമില്ല. അള്ളാഹു ആ ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിലും നമുക്ക് നഷ്ടമല്ല. അള്ളാഹുവിനെ നേർച്ചയാക്കിയാൽ അനുഭവമുണ്ട്. നേർച്ചയാക്കി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ തീകുട്ടികൾക്ക് കൊടുക്കുക. എനിക്ക് നേർച്ചകളുണ്ട്. നേർച്ച എന്ന് പറഞ്ഞാൽ സുന്നത്തെ അമലാണ്. അത് ഞാൻ നേർച്ചയാക്കിയതോടെ ഫർദായി കൊടുത്തു വിട്ടണം. അള്ളാഹുവിൻ്റെ പേരിലായിരിക്കും നേർച്ചയാക്കേണ്ടത്. കാരണം അത് ഇബാദത്താണ്. അത് ബരീങ്ങൾ പേര് നേർച്ചയാക്കി ബരീങ്ങൾ പേര് അറുത്താൽ അതെന്താവുന്നു? അത് ആരാധനകളാണ്. ആരാധനക്കാരൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് അർപ്പിക്കേണ്ട ആരാധനകൾ സിട്ടിക്ക് അർപ്പിച്ചാൽ ശിർക്ക് വരും. അതാണ് നമ്മൾ ആദ്യം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആവർത്തിച്ച് ഞാൻ പാരായണം ചെയ്യാറുള്ളത്. എന്താണത്? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിന്നോട് മാത്രം, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു, സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സമസ്തക്കാർ പറയും അതിൽ മാത്രമല്ല. എന്നാൽ ഇയ്യാക മുന്തിച്ചു വന്നുകൊണ്ട് അതിൽ മാത്രമുണ്ട് എന്നുള്ളതാണ് വിവരമുള്ള എല്ലാവരും. അറബി സാഹിത്യത്തെ പറ്റി അറിയുന്നവരെല്ലാവരും, അറബി വ്യാകരണം പറയുന്ന എല്ലാവരും അങ്ങനെയാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയും? ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരൊരു മാത്രം അതിലില്ല. കാരണം എന്താണ്? നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ തന്നെ സഹായം ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിരാവുമല്ലോ. നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന കരാറ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണല്ലോ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരോട് നമ്മൾ സഹായം ചോദിച്ചു കഴിയുമ്പോൾ അള്ളാഹിനോട് ചെയ്ത കരാർ എതിര് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ മാത്രമല്ല എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? മുജാഹിദീങ്ങളെ ആക്ഷേപിക്കും. എന്തിന് അവരെ ആക്ഷേപിക്കാൻ കാരണം? അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അതായത് മരിച്ചവരോട് സഹായം ചെയ്യിക്കണം. അപ്പം അതിന് ഇവിടെ മാത്രം ഉണ്ടായാൽ പറ്റില്ലല്ലോ. ഇവിടെ ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നർത്ഥം വെച്ചാൽ ഇതിന് വരിയങ്ങളെ രക്ഷിക്കണേ, മുദീശയെ കാക്കണേ എന്നിങ്ങനെ വിളിച്ചു തേടാൻ പാടുള്ളതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ പറയേണ്ടത്? അതൊക്കെ ജായിസാണ്, പൂർവികമായി ചെയ്തു വന്നു, അനുവദനീയമാണ് എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. മാത്രമല്ല അവർ പ്രമേയ എഴുതി പാസ്സാക്കിയിട്ടുമുണ്ട്. പ്രമേയത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഏതായാലും ശരി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? പലപ്പോഴും ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. മാത്രമുണ്ടോ ഇല്ലേ എന്നുള്ളതിന് പലപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ വിശ്വാസം അവരുണ്ടാക്കാറുണ്ട്. വിശ്വാസം നമ്മളെങ്ങനെ തീർക്കേണ്ടത്? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ വാവ് ചേർത്തുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞത്. ആദ്യം പറയുമ്പോൾ വാവില്ല. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും
വയ്യാക്ക നസ്തഈൻ, എന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വാവ് എന്തിനാ ചേർത്തിട്ടുള്ളത്? ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പകരമാണ് വാവ്. ഇയ്യാക്ക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുകയും കുയ്യും യും എന്ന് പറഞ്ഞാൽ അതുണ്ടല്ലോ ചേർത്തി പറയാനുള്ള ആരാധിക്കുകയും എന്നാൽ ചേർത്തി പറയാനുള്ള ആ വാക്ക് കിട്ടിയത് വാവ് കൊണ്ടാണ്. കുട്ടികൾക്ക് ഉള്ള ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് കാര്യം പറയുന്നത്. പലരും ആളുകൾക്കും നമ്മളെ വോയിസ് കേൾക്കുന്നുണ്ട്, അവർക്കും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് കാര്യം പറയുന്നത്. കാരണം ഇത് അടിസ്ഥാന പ്രമാണമാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. ഇതൊന്ന് മനസ്സിലാക്കാതിരുന്നാലാണ് പല അപകടങ്ങളും നമുക്ക് വിട്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിച്ച് പറയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇയ്യാക്ക നഅ്ബുദു, ഇന്നെ മാത്രം ആരാധിക്കുകയും ഇയ്യാക്ക നസ്തഈൻ, എന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ആരാധനയിൽപ്പെട്ട സഹായഭ്യർത്ഥന നിന്നോട് മാത്രമേ ഞങ്ങൾ നടത്തുകയുള്ളൂ. അതിനാണ് അവിടെ വാവ്. അല്ലെങ്കിൽ അത് വാവിൻ്റെ ആവശ്യമില്ല. അപ്പം അവിടെ മനസ്സിലാക്കണം. അപ്പം സഹായഭ്യർത്ഥന രണ്ട് തരമുണ്ട്. ഒന്ന് പരസ്പരമായ സഹായഭ്യർത്ഥന, അതെന്തല്ല, അത് ആരാധനപ്പെട്ടല്ല, കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും മനുഷ്യ സാധാരണമായ സഹായഭ്യർത്ഥനകൾ. എന്നാൽ മലക്കുകളോടോ ജിന്നുകളോടോ വൈബിയായ മരിച്ചുപോയ മഹാ നിലക്കുള്ള അഭ്യർത്ഥനകളാണല്ലോ അതൊക്കെ. അള്ളാഹുവിനോടുള്ള ആയാലും ശരി, മരിച്ചുപോയ മഹാന്മാരോടായാലും ശരി, വൈബിയായ നിലക്കാണ്. മനുഷ്യ സാധാരണമായ പഞ്ചേന്ദ്രിയങ്ങൾ മുഖേനയുള്ള സഹായഭ്യർത്ഥനകളല്ലാതെ അങ്ങനത്തെ സഹായഭ്യർത്ഥനകളൊക്കെ എന്താവുന്നു? അത് ദുആഉൽ ഇബാദ, ദുആ അത് ആരാധനയാകുന്നു എന്ന് ആര് പഠിപ്പിച്ചെന്നുണ്ട്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. മാത്രം വിശുദ്ധ ഖുർആനിലും അള്ളാഹു പഠിപ്പിച്ചു തന്നു. ഖാല റബ്ബുക്കും, നിങ്ങൾ രക്ഷിതാ പറഞ്ഞിരിക്കുന്നു, ദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന ഇസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നെ ആരാധിക്കുന്നതിന് അഹംഭാവം നടിക്കുന്നവർ നരകത്തിൽ നിന്നിലായി പ്രവേശിക്കും. അപ്പം ഇവിടെ തുടങ്ങിയത് എന്താവുന്നു? ദുആ കൊണ്ടാണ് തുടങ്ങിയത്. ഖാല റബ്ബുക്കും, നിങ്ങൾ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഉറപ്പാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒന്നുകിൽ ഈ ലോകത്ത് നിന്ന് കിട്ടും, അല്ലെങ്കിൽ പരലോകത്ത് കിട്ടും. സത്യവിശ്വാസികൾക്ക്, സത്യവിശ്വാസിയായിരിക്കണ്ട, കാഫിര്യങ്ങൾ കിട്ടൂല. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാഫിര്യങ്ങൾ പരലോകത്തൊന്നും കിട്ടൂല. ഈ ലോകത്ത് അള്ളാഹു താല എന്ത് ചെയ്യുന്നു? കാഫിര്യങ്ങളും മുസ്ലിങ്ങളും ഒക്കെ തന്നെ അള്ളാഹു താല ഒരു പരിധി അനുസരിച്ച് കൊടുക്കും. അതൊക്കെ അള്ളാഹിന് ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വഴി കൊടുക്കും. ആഫറാണ് നേരിട്ട് കൊടുക്കാതിരിക്കുക, മുഅ്മിനാവുമ്പോൾ കൂടുതൽ കൊടുക്കുക, അങ്ങനെയല്ല. റഹ്മാൻ റഹീം, ആ സിഫത്ത് വേറെ നമ്മൾ പറയേണ്ടതുണ്ട്. റഹ്മാൻ റഹീം, ആ സിഫത്ത് പറയുമ്പോഴാണ് കാര്യം നമ്മൾ വ്യക്തമാക്കി നമുക്ക് പറയാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ പറഞ്ഞു വന്നത്, ഇവിടെ റബ്ബുക്കും, നിങ്ങൾ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക,